മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡം സർഗം 43. ശതബലി പ്രേഷണം. ശ്വശുരനെ പടിഞ്ഞാറേ ദിക്കിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം സുഗ്രീവൻ ധീരനായ ശതബലി എന്ന വാനരനോട് പറഞ്ഞു, നിന്നെപ്പോലെയുള്ള 100,000 വാനരന്മാരോടും യമസുതന്മാരായ എല്ലാ മന്ത്രിമാരോടും കൂടി ഹിമാചലാലങ്കൃതമായ വടക്കു ദിക്കിലെല്ലാം ശ്രീരാമപത്നിയെ അന്വേഷിക്കുവിൻ. ഇക്കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നാം കൃതകൃത്യരും ഋണമുക്തരും ആയിത്തീരും. മ്ലേച്ഛം, പുളിന്തം, ശൂരസേനം, പ്രസ്ഥലം, ഭരതം, കുരുദേശം, മദ്രകം, കാംഭോജം, യവനം, ശകപത്തനങ്ങൾ, ദരഹം, ഹിമവാൻ ഇവിടങ്ങളിലെല്ലാം ശ്രദ്ധയോടെ അന്വേഷിക്കണം. കാളാചലം എന്ന വലിയ പർവ്വതത്തിൻ്റെ കുന്നുകളിലും ഗുഹകളിലും രാമപത്നിയെ തേടണം. ആ പർവ്വതം കടന്നിട്ട് ഹേമഗർഭ പർവ്വതത്തെയും സുദർശനം എന്ന പർവ്വതത്തെയും നിങ്ങൾ പ്രാപിക്കും. പിന്നെ ദേവസഖം എന്ന പർവ്വതം, അതിൻ്റെ കാടുകളിലും നീർച്ചോലകളിലും ഗുഹകളിലും രാവണനെയും സീതയെയും അന്വേഷിക്കണം. അതിനപ്പുറത്ത് 100 യോജന ശൂന്യമാണ്. ആ ദേശം കടന്നാൽ വെള്ളിമലയായ കൈലാസത്തിൽ എത്തി. അവിടെയാണ് കുബേരഭവനം. അവിടുത്തെ പർവ്വതങ്ങളിലും ഗുഹകളിലും രാവണനെയും സീതയെയും തിരയണം. പിന്നെ ക്രൗഞ്ച പർവ്വതത്തിലെത്തി അതിൻ്റെ ദുർഗമമായ ബിലത്തിൽ സാവധാനം പ്രവേശിക്കണം. ക്രൗഞ്ചത്തിൻ്റെ മറ്റു ഗുഹകളിലും തടങ്ങളിലും തേടണം. പിന്നെ മരങ്ങളില്ലാത്ത കാമശൈലവും പക്ഷിസങ്കേതമായ കൈലാസവും ആണ്. അതിൻ്റെ അടിയും മുടിയും നടുവും എല്ലാം തേടണം. പിന്നെയാണ് മൈനാകപർവ്വതം. അവിടെയാണ് മയദാനവൻ്റെ ഭവനം. മൈനാകത്തിൻ്റെ തടത്തിലും നടുത്തട്ടിലും ഗുഹകളിലും അന്വേഷിക്കണം. അവിടം കടന്നാൽ സിദ്ധസേവിതമായ ഒരു ആശ്രമമുണ്ട്. സിദ്ധന്മാരും വൈഖാനസന്മാരും ബാലഖില്യന്മാർ എന്ന താപസന്മാരും അവിടെയുണ്ട്. താപസന്മാരെ വണങ്ങണം. അവരോട് സവിനയം സീതാവൃത്താന്തം ചോദിക്കണം. വൈഖാനസം എന്ന ഒരു സരസ് അവിടെയുണ്ട്. ആ പൊയ്കയെ കടന്നാൽ ചന്ദ്രസൂര്യന്മാരില്ലാത്തതും നക്ഷത്രഗണങ്ങളില്ലാത്തതും മേഘമില്ലാത്തതും അനാദിയുമായ ആകാശമാകുന്നു. ആ പ്രദേശം കഴിഞ്ഞാൽ ശൈലോദ എന്ന പുഴ, അതിൻ്റെ ഇരുകരകളിലും കീചകം എന്നു പേരായ മുളകൾ. അവിടെയാണ് സുകൃതികളുടെ പാർപ്പിടമായ ഉത്തര കുരുമണ്ഡലം. ആ ദേശം കടന്നാൽ ഉത്തര സമുദ്രം, അതിൻ്റെ നടുക്ക് കനകമയമായ സോമഗിരി. ശംഭുവും ബ്രഹ്മാവും അവിടെ വസിക്കുന്നു. കുരുദേശത്തിന് വടക്കോട്ട് നിങ്ങൾ പോകരുത്. മറ്റ് ഭൂതങ്ങൾക്കും അവിടെ പ്രവേശനമില്ല. ആ സോമഗിരി ദേവന്മാർക്ക് പോലും അപ്രാപ്യമാണ്. അതുകൊണ്ട് വേഗം മടങ്ങിപ്പോരുവിൻ. വാനരന്മാരെ, ഇത്രത്തോളമേ വാനരന്മാർക്ക് പോകാനാകൂ. സൂര്യനില്ലാത്തതും അതിർത്തിയില്ലാത്തതുമായ അതിനപ്പുറം എന്താണ് എന്ന് നാം അറിയുകയില്ല. ഞാനീ പറഞ്ഞിടത്തെല്ലാം തേടണം. പറയാത്ത ഇടങ്ങളിലും മനസ്സ് വെക്കണം. വൈദേഹിയെ കണ്ടെത്തിയാൽ അത് ശ്രീരാഘവന് മഹത്തായ ഉപകാരമാകും. അത് കാരണം എനിക്കും അതിലധികം ഉപകാരം ചെയ്തതായി ഭവിക്കും. വാനരന്മാരെ, വാഗ്ദത്തത്തെ നിറവേറ്റിയവരായ നിങ്ങൾ ബന്ധുക്കളോടുകൂടിയും പത്നിമാരോടുകൂടിയും ഒരുമിച്ചിരിക്കുന്നവരായി ഭൂമിയിൽ വാഴും. 43-ാം സർഗം ഇവിടെ അവസാനിച്ചു.
ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.